ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യം. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 7-ാം വാക്യം. എലിസബത്ത് മച്ചി ആകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഏറെ വർഷം ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. ഒരു സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ വിരസതയ്ക്കൊടുവിൽ ദൈവത്തെ കണ്ടുമുട്ടിയ വൃദ്ധ ദമ്പതികളാണ് സക്രിയാവും എലിസബത്തും. നീണ്ട കാത്തിരിപ്പിന് ശേഷം ദൈവത്തെ കണ്ടുമുട്ടിയ വൃദ്ധ ദമ്പതികൾ. എലിസബത്തിനെ വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുന്നത് പ്രായം കവിഞ്ഞവളും വന്ധ്യയും എന്നത്രേ. എലിസബത്ത് മച്ചി ആയതുകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു എന്ന് ലൂക്കോസ് പ്രസ്താവിക്കുന്നു. കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർ, ആ ദുഃഖം പേറുന്നവർ. ആ ഇല്ലായ്മയുടെ കാലത്താണ് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം സക്രിയാവിന് ലഭിക്കുന്നത്. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ഇല്ലായ്മയുടെ കാലത്ത് ദൈവം തമ്പുരാൻ തരുന്ന അവസരത്തിനും ഉത്തരത്തിനും ഏറെ മാധുര്യമുണ്ട്. ഒത്തിരി മുട്ടായി ഉള്ളവൻ്റെ കയ്യിൽ ലഭിക്കുന്ന മുട്ടായിയേക്കാൾ എത്രയോ മധുരമാണ് ഒരു മുട്ടായുമില്ലാത്തവൻ്റെ കരത്തിൽ ലഭിക്കുന്ന ഒരു എള്ളുമുട്ടായി. ദൈവ പൈതലേ, നമ്മുടെ ഇല്ലായ്മയുടെ കാലത്ത് ദൈവം തന്ന നിറവിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാം. ദൈവമേ, നിനക്ക് സ്തോത്രം. എൻ്റെ ഇല്ലായ്മകളിൽ ഇടപെട്ട് നന്മ തന്നവനെ, നിനക്ക് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ഇല്ലായ്മകളിൽ ഇറങ്ങി വരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. മാനുഷികമായി ചിന്തിക്കുമ്പോൾ സാധ്യതകളുടെ ആകത്തുകയായിരുന്നു ഇരുവരുടെയും ജീവിതം. അസാധ്യതകളുടെ ആകത്തുകയായിരുന്നു സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതം. അസാധ്യതകളുടെ ആകത്തുക, പരിഹരിക്കാനാവാത്ത വിധം ജീവിതം കൈവിടപ്പെട്ടു പോയി. ദൈവമക്കളെ, പരിഹരിക്കാനാവാത്ത വിധം ജീവിതം കൈവിട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിഹരിക്കാനാവാത്ത വിധം ഒന്നും കൈവിട്ട് പോയില്ല. കാരണം നമ്മളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തിലാണ്. ദൈവത്തിന് ഒരു കാര്യവും
അസാധ്യമല്ല, എല്ലാം അവന് സാധ്യമാണ്. തിരുവചനത്തിലെ പേരുകൾക്കെല്ലാം അതിൻ്റേതായ അർത്ഥമുണ്ട്. ഈ സംഭവത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ ഒന്ന് ധ്യാനിക്കുന്നത് ഏറെ അനുഗ്രഹമായി മാറും. സക്കറിയാവ് ദൈവം ഓർത്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മറക്കാത്ത ദൈവം, ഓർത്തെടുക്കുന്ന ദൈവം. ദൈവം ഓർത്തു. എലിസബത്ത് ദൈവത്തിൻ്റെ ഉറപ്പ്. ഇനി യോഹന്നാനോ ദൈവത്തിൻ്റെ കരുണയുടെ സമ്മാനം. ദൈവത്തിൻ്റെ സമ്മാനം, അവൻ്റെ കരുണയുടെ സമ്മാനം. ഇനി സക്കറിയാവിന് ദൂത് കൊടുത്ത ഗബ്രിയേലോ, ആ പേരിനും ഉണ്ട് ഒരർത്ഥം. ദൈവം എൻ്റെ ശക്തി. ദൈവം ശക്തി. ഈ 4 പേരുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒന്ന് ധ്യാനിക്കുമ്പോൾ, ഈ 4 പേരുകൾ ഒരുമിച്ച് വെച്ചൊന്ന് ധ്യാനിക്കാം. സക്കറിയാവ് എലിസബത്ത് ദമ്പതികളെ ദൈവം ഓർത്തു. ദൈവം തമ്പുരാൻ നിന്നെ ഓർക്കും. വെപ്രാളപ്പെടണ്ട, ആവലാതിപ്പെടണ്ട. അവന് ഒരു സമയമുണ്ട്. ആ സമയത്ത് അവൻ നിശ്ചയമായും ഓർക്കും. അവരുടെ പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തു. ഗബ്രിയേൽ തന്നെയാണ് അവർക്കുള്ള സന്ദേശം. ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ച് വിശ്വസിക്കുക. ഗബ്രിയേൽ, അതാണ് അവർക്കുള്ള സന്ദേശം. സന്ദേശം കൊടുത്തവൻ സന്ദേശം പേറുന്നു. ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ച് വിശ്വസിക്കുക. യോഹന്നാനോ ദൈവത്തിൽ വിശ്വസിച്ചവർക്ക് തമ്പുരാൻ നൽകിയതായ വിലപ്പെട്ട കരുണയുടെ സമ്മാനം. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൽ ആശ്രയിച്ച് അവനെ വിശ്വസിച്ച് അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. പരിഹരിക്കാനാവാത്ത ഒരു വിഷയവും തമ്പുരാൻ്റെ മുമ്പിലില്ല. കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ ഉദാത്തമായ ശ്രേഷ്ഠ രൂപമാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരും. വിശ്വസിച്ച് കാത്തിരിക്കുന്ന ദൈവപൈതലിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് വ്യാപരിക്കും. അങ്ങനെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ സമ്മാനമായി മാറും. അതെ, ജീവിതം ദൈവം തന്നതായ സമ്മാനം, ദൈവത്തിൻ്റെ വിലപ്പെട്ട സമ്മാനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ സ്നേഹപൂർവ്വം നിങ്ങളുടെ PK സക്കറിയ.